ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ത്യൻ കപ്പിൽ ഒരു സെമി ഫൈനൽ കളിച്ചേക്കാം വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ്സ്. അവരെ ഹോമിലാണ് മാച്ച്. ഇപ്പോൾ ISL ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല, അതെങ്ങനെയാണെന്നെല്ലാം അറിയായിരിക്കില്ലേ. സെമി എല്ലാം തോന്നുന്നു, സെമി അല്ല ഗൈസ്, ക്വാർട്ടറാണ്. നല്ല പ്ലേയേഴ്സിനെല്ലാം ഇറക്കിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ നമ്മുടെ പഴയ ടീമിലേക്ക് പോവാം. ജൂലിയൻ അൽവാരസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു സൈനിങ് ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ റിയൽ ടീമിലെ. ഒമർബാന ഒന്ന് പോയെന്ന് തോന്നുന്നു. ഒമർബ പോയിട്ട് ഒരു പ്ലെയർ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പേര് ഒത്തിക്ക് നോക്കിയില്ല. ഒരു ഫാളൂന്ന് അറ്റം പറഞ്ഞൊരു പ്ലെയറാണ്. എന്താണെന്ന് അറിയില്ല, എനക്കത് അത്ര പിടിച്ചിട്ട്. ഒമർബ ഇത്രയും നല്ല ഇതൊക്കെ ഇട്ട് എത്ര നല്ല വൃത്തിയൊക്കെ കളിച്ചാണ്. എന്നിട്ടാണ് നമുക്ക് എല്ലാ പ്രശ്നമില്ലാതെ അറ്റാക്കിങ്ങില്ല. ആടത്തേക്കൊരു ചേഞ്ചിങ് കൊണ്ടുവരാതെ ഫസ്റ്റ് തന്നെ അവിടെ ഡിഫെൻസിലേക്ക് പോയി. നന്നായി മാനേജ്മെന്റ് കാണിക്കുന്നത് നമുക്കറിയത്തില്ല, കറക്റ്റ് അറിയില്ല. ഫാള് നല്ല പ്ലെയറാണ്. 24 വയസ്സിനുള്ളിൽ യൂറോപ്പിൽ അവന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഹരിക്ക് ഒരു നല്ല ചാൻസ്. അതൊരു ഫൗളാണ് ഗൈസ്. ഫ്രീ കിക്ക് എടുക്കാൻ ഹരിയെ തന്നെ വിളിക്കണം. എംബാപ്പയാ ഫ്രീ കിക്ക് ഡയറക്റ്റ് ഒരു ഗോളാണ്. അതൊരു ഗോളല്ലേ, പേടിക്കാനില്ല. ജൂലിയൻ അൽവാരസ് ഇത്ര സുഖത്തിലെല്ലാം ഗോളടിക്കണമെങ്കിൽ എന്തെങ്കിലും പവർ ആലോചിക്കാം. ഈ ടീം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിയൽ ലൈഫിൽ വരണമെങ്കിൽ നമ്മൾ ഇത് കാണാം. ഒരു കപ്പെങ്കിലും അടിച്ചില്ലെങ്കിലല്ലേ. ഈ വീഡിയോ വരുമ്പോൾ ഞാൻ കുറേ കുറ്റം പറയുന്നുണ്ടെങ്കിലും കളി വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. ജയിക്കും. തോക്കുന്ന എങ്ങനെയാലും അറിഞ്ഞാലും ഒരു പ്രതീക്ഷ ഉണ്ടാവും മനസ്സിൽ. ജയിച്ചിട്ടേ നമ്മൾ പോകൂലൂ. എന്തൊക്കെയോ പറയും, പക്ഷെ ജയിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ച പോലല്ലോ. ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, രവി ചാറ്റർജി, അവിടെ നല്ലൊരു ചാൻസ്. ഈ കമൻ്റർ പറഞ്ഞുകൊണ്ട് കളിക്കുന്നത് കുറച്ച് പാടാന്നറിയാലോ ഗൈസ്. ആൾ കയ്യൊന്നും പൊന്തിക്കണ്ട, എനിക്ക് തരൂല. ഓഫ് സൈഡ് ആക്കിയിട്ട് സുഖത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. സീസണിലെ ടോപ്പ് സ്കോററെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അത്യാവശ്യം കുറേ ലോങ് ആയിരിക്കും. കമൻ്ററിൽ എന്ത് കമൻ്ററി, ഏത് ഭാഷ? അവിടെ നല്ല ഇൻട്രൊഡക്ഷൻ പോയി വീണോ നേരെ പിടിക്കുന്നത്. റെഡ് കാർഡ് യെല്ലോ കാർഡൊന്നുമില്ലല്ലേ. താങ്ക് യു. സഹൽ അബ്ദുൽ സമദ്. ഇതിൽ ഫേസ് ഒന്നും ഒറിജിനാലിറ്റി, അതായത് ആദ്യം ഉണ്ടാവും പേര് ഒന്നും ശരിക്കില്ല, പേരായിരിക്കില്ല. ലൂണൊക്കെ റൂണാന്നല്ല ഉണ്ടായി. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് PLSലെല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷെ PLS കേരള ബ്ലാസ്റ്റേഴ്സ് ടീമില്ല, ഇതാണ് കുഴപ്പം. പക്ഷെ ഇന്ത്യൻ ടീമിലത്തെ എല്ലാ പ്ലേയേഴ്സിനെയും കറക്റ്റ് ഇതാക്കിയിട്ടുണ്ട്. PLS അറിയാലോ, കുറച്ച് ടഫാണ് കളിക്കാൻ. PLS കളിച്ചല്ലോ എപ്പോന്ന് വെച്ചാൽ, അന്നേരം ഞാൻ ഫുട്ബോൾ ലീഗ് കളിക്കാൻ മറന്നു, കളി കിട്ടൂല പിന്നെ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ PLS അധികം കളിക്കാത്തത്. PLS നല്ലൊരു അത്യാവശ്യം എന്ന് വെച്ചാൽ നല്ല ഗെയിം പ്ലേയിലെ
ഗെയിമാണ്. അധികം ലാഗൊന്നുമില്ല. ഇതിനെ പോലെ ലാഗൊന്നും ഒന്നിനും ഉണ്ടാവില്ല. ഇതിന് അത്ര വലിയ ലാഗ് എന്ന് പറയാൻ ഇതിനെക്കാട്ടി ലാഗുള്ള ഗെയിമുണ്ട്. വേറെ ഇതല്ല, നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഗെയിം 3D. ഊഫ്, ഇത് ഷോട്ടല്ലേ. 2 ദിവസം മുമ്പ് ഞാൻ മോഹൻ ബഗാൻ്റെ ഇത്തരം വേറെ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായി. അതിലെന്താ പേര് ജേമി മെക്ലയറിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ടീമിലൊന്നും കാണുന്നില്ല. അത് ഗോളായാലും ഒരു സീനൊന്നുമില്ല. ഗൈസ്, അവരുടെ ടീമിൽ ഞാൻ നോക്കി നോക്കട്ടെ. അവരൊന്നും കാണുന്നില്ല. പണ്ടത്തെ പ്ലേയേഴ്സാണ് ഇത് മൊത്തം. നമ്മളെ റോളിൽ ക്യാപ്റ്റൻ റോള് നമ്മൾ ഹൈക്ക് കൊടുക്കൂല. അതെന്തുമ്പോ ഞാനില്ലാണ്ട് കളിയാ. ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ചേഞ്ചെല്ലാം വേണം. ഗോൾ കീപ്പർ നമ്മളെ ബെനിറ്റസിനെ ഇറക്കുന്നത് വേറെ ഒന്നും കൊണ്ടൊന്നല്ല. ബെനിറ്റസിന് അധികം ചാൻസ് കിട്ടൂല. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളെ ഫെദോർച്ചെർണിച്ച് വരുന്നു, ഫോർത്ത് ഇയർ. ഇതെല്ലാം ചെറിയ പ്ലെയേഴ്സാണ്. ഫെദോർച്ചെർണിച്ചും ഫോർത്ത് ഇയർ എല്ലാം. ഞാൻ എന്തിട്ടാ അവരിപ്പോഴും ടീമിൽ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ, പണ്ടേ നമുക്ക് ഈ ക്ലബ്ബ് തുടങ്ങുമ്പോഴും ആദ്യം ഉണ്ടായ പ്ലേയേഴ്സ് ഇവരല്ല. ഇവരൊന്നും മറക്കാൻ കഴിയുന്നില്ല. പക്ഷേ ലൂണയെ ഞാൻ നിർത്തിയിരുന്നു കുറച്ച് നേരം വരെ. പക്ഷേ ലൂണൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആയി അവർ പോയി. ഈ സീസൺ കഴിയുമ്പോൾ ഇപ്പോൾ ഫേദോറും പോകും. അതൊരു ഗോളാണ് ഗൈസ്. എംബാപ്പി ഹരി ഒരുമിച്ച്. ജേഴ്സി എനിക്ക് കിട്ടിയത് ഒരു FL കിഡ്സ് എന്ന് പറഞ്ഞ രീതിയാണ്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. 3-0. പക്ഷെ ഇതെല്ലാം റിയൽ ലൈഫിൽ നടക്കുക? എവിടെ നടക്കുമായിരിക്കും, മാനേജ്മെന്റ് പറഞ്ഞു അത്രയില്ല. ഹാട്രിക് ആയാ? ഏത് ഗോള്? അവരെ ഞാനൊന്ന് വിട്ടു കൊടുക്കുന്നുണ്ട്. അവർ ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കട്ടെ. സൗണ്ടിനൊന്നും ക്ലാരിറ്റി ഇല്ലല്ലേ. രണ്ടേശം കിട്ടിയാൽ ഞാൻ കളിക്കും. ഞാൻ ഒറ്റ ഹാൻഡിൽ കളിക്കട്ടെ. ഒറ്റ കൈ കൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. സേവാ. ഏത് ഡിഫെൻഡിങ്? ഇങ്ങനെയല്ലോ കൈ എത്തി വലിഞ്ഞിട്ടാണ് ഞാൻ കളിക്കുന്നത്. അതെന്ത് സ്കില്ല്? ഞാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊന്നും ചെയ്യാം. അടുക്കട്ടെ കുറച്ച് നേരം. ഞാനങ്ങനെ പിള്ളേരെ ടൈം കളിയാനല്ലോ. പുതിയ പ്ലാൻ കിട്ടിയല്ലേ. മോന് എന്താണ് കളിക്കുന്നത്? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഓടി വാ. ഒരു കൈ കൊണ്ട് ഞാൻ ഗോൾ അടിച്ചു. ഏത് ഗോളൊന്നും കണ്ടില്ല അത്. നമ്മൾ പ്രോ ആയിപ്പോയില്ലേ പറഞ്ഞിട്ട് കാര്യം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര വ്യൂസ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഏത് ഗോളത്? സ്കില്ലെല്ലാം കണ്ടിട്ട്
ഇനി എന്തിനാ ചെയ്യുന്നത്? അതിനൊരു താപ്പ. ഓ ഇനി ഫസ്റ്റ് ഇറക്കാൻ ഇനി ഒറ്റ കൈ കൊണ്ട് കളിക്കുന്നു. ഒറ്റ കൈ കൊണ്ട് കളിക്കുമ്പോൾ പ്രാന്തടിക്കുന്നു. പോയി വീണോ? ഓ ഏത് ഗോളത്? ഒറ്റ കൈ കൊണ്ട് കളിക്കുമ്പോൾ ഇതല്ലേ നടക്കൂ. രണ്ട് വിരലുകൾ വെച്ച് ആടുന്നേ, ഒന്നും ചെയ്യണ്ട. അതാ മൂഞ്ചിയ. ഓ ശരിയായ സേവ്. അത് തന്നെ പ്രൈം പെയിൻറ്റസ്. ഞാൻ എടുത്ത് കളിക്കലുണ്ട്, പക്ഷെ വീഡിയോ എടുക്കണമെങ്കിൽ വേറെ ഫോണിലേക്ക്. അതാ അവിടത്തേക്ക്. ആ ഓ ഇപ്പൊ തീർന്നേനെ. അവർക്ക് ഈഗോ അടിച്ചു എന്നല്ല. ടൈമിന് കമ്പാക്കെല്ലാം അടിക്കല്. ഇങ്ങനെ ഒരു ചിത്രം വരച്ചപ്പോൾ കഥകളി ഒരിക്കലേ ഡാൻസ് പഠിച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്ലെയറാണ് ഇവൻ. 4th ഇയർ. ബോൾ പിടിച്ചു വിടുകയാണെങ്കിലെല്ലാം ഇതിനാ പിന്നെ നിന്നെ കോടികൾ കൊടുത്ത് ടീമിൽ എത്തിച്ചിന്. മാച്ചെല്ലാം സിമുലേറ്റ് ചെയ്ത് കളിച്ചത്. പ്ലെയർ ഓഫ് ദി മാച്ച് ഹരി തന്നെയായിരിക്കും, പിന്നെ ചോദിക്കാനുണ്ട. 9.8 റേറ്റിംഗ്. ഇപ്പൊ കാണിച്ചാ സ്റ്റാറ്റിനിങ്സ് നോക്കട്ടെ. ഞാൻ ഇതൊന്നും തൊട്ടില്ലല്ലോ. അണ്ണാച്ചി ലീലാണ് ചോദിക്കുന്നത്. ഫൈനൽ അറ്റം വന്നു. ഒരു ഫൈനൽ കഴിഞ്ഞ ലീനാണ് നോക്കിയേ. നമ്മളിത് 54 പോയിന്റ്. ഗോൾ ഡിഫറൻസ് ഒക്കെ 49. നമ്മൾ അവര് വെറും 9. നല്ല സംഖ്യ തന്നെ പിടിച്ചോ. ഗോള് 61 ഗോൾ അടിച്ചു നമ്മൾ ഈ ടൈമിനുള്ളിൽ. 18 വിൻ, ഡ്രോ 0, ലോസ് 0. ലോസ്. അപ്പം നമുക്ക് അടുത്ത കളിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഇനി 7572 പോയിന്റ്സ് ഉണ്ട്. എത്ര? 4257 പോയിന്റ്സ് വേണത്ര. നമുക്ക് മൈനസ് ആണതില്ല. നമ്മൾ പൈസ കണ്ടുണ്ടാക്കും. എന്നെപ്പറ്റി അറിയാലോ, പരസ്യം കണ്ടുണ്ടാക്കും. അടുത്ത മാച്ച് ഇവരെ കാറ് ഞാൻ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളിപ്പം ഈ ലീഗിലെന്ന് വെച്ചാൽ ഫസ്റ്റ് കരിയർ മോഡിൽ ഫസ്റ്റ് ഞാൻ കളിക്കുന്ന നേരത്തെ ഈ ക്ലബ്ബായിരുന്നു നമ്മളെപ്പോഴും ഫസ്റ്റ് കളിക്കുമ്പം ഈ ക്ലബ്ബാണ് നമ്മളെ കരിയർ മോഡിൽ എതിരാളി ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ നമ്മൾ കയറുമ്പോൾ നമ്മളെപ്പോഴും അങ്ങ് കയറി ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഡിവിഷനിലെത്തി. ഇവരെ കളി കാണാനായിട്ടാണ്. കണ്ടു നോക്ക്. പരമാവധി പിടിച്ചിക്കാൻ ശ്രമിക്കാം. എവേ ജേഴ്സിയിൽ ഇറങ്ങാം. പിന്നല്ല എൻ്റെ ഒരു മാന്യ മര്യാദ. ഇതിന് പാട്ടെല്ലാം കേൾക്കുന്ന പൈസ പോണ കേട്ടൂടാ.
സൗണ്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്താ ഒരു പാട്ടില്ല. ഞാനിത് ചെവിക്ക് വെച്ച് കളിക്കട്ടെ. ആർക്കോണം അവരെ ഹോമില്ല പഠിച്ചോനെ. കണ്ട തീർന്ന് നോക്കണ്ട പൊട്ടിയിടാ. ഞാൻ പിടിച്ചിക്കാൻ കഴിയോക്കട്ടെ. ഇത് ഓടാത്തേന്നും നല്ല പ്ലേയേഴ്സ് തന്നെയാണല്ല. ഓഹ് അവരെ ഫാൻസ് സ്റ്റേഡിയം ഫുള്ള് ഫാൻസ് തന്നെയാ. അട്ടത്തലം കയറീന് സ്റ്റേഡിയം മോനെ. ഈ സ്റ്റേഡിയം എനിക്ക് അത്ര ഇഷ്ടമല്ല. മൂജി കണ്ടോ. ഓഹ് സുരേഷ്, സച്ചിൻ സുരേഷ്. റിയൽ ലൈഫിലെ സച്ചിൻ സുരേഷിന്റെ പ്രൈം ടൈം ഓർമ്മയുണ്ടോ അവനെ? ഒരു 2 പെനാൾട്ടിയെല്ലാം സേവ് ചെയ്തേ ഒരു മാച്ചിൽ. നല്ല ചാൻസ്. ഇങ്ങനെയുള്ള ചാൻസ് നശിപ്പിക്കാൻ കാട്ടി നല്ല കളിക്കാണ്ടിരിക്കുന്നല്ലേ. കട്ട ഡിഫൻസ് ആക്കിയാലോ. പോയി സ്ലൈഡെല്ലാം ചെയ്തിരുന്നു നമ്മളെ. വേറെ ആരുമല്ല, നമ്മളെ ഹക്മി ഓൺലി അല്ലേ. ഹക്മി തന്നെ. ഓ ഏത് ഓ നമ്മളെ ടോപ്പ് സ്കോറർ. കഴിഞ്ഞ സീസണില് എത്ര 39 ഗോളാറ്റ് അടിച്ചെന്ന് തോന്നുന്നു ഹരി. പക്ഷെ റെക്കോർഡ് പൊളിക്കണം എന്നെല്ലാം വിചാരിച്ച ഓൻ തന്നെ ഓൻ്റെ റെക്കോർഡ് പൊളിക്കുക. സൈഡ് തീർന്ന് നോക്കണ്ടേ. നല്ല ഇത് കളിക്കാന്. ഒറ്റ മിനിറ്റ് കുറച്ച് ചേഞ്ച് വേണം. വാ പിന്നെ ആരാ വരണ്ട പ്ലെയർ? വേണ്ട, ആരും വരണ്ട ഇപ്പനി. തീരെ കളിക്കാൻ നോക്കട്ടെ. ഓ ചാൻസ്. നശിപ്പിച്ച്. ഓ മേലോക്കെ. നമ്മളെ മെസ്സി പോന്ന് വേറെ സ്റ്റില്ലറായിരുന്നു. കട്ട ഡിഫൻസ് ആകുന്നു അതിൽ അത്ര തന്നെ. നശിപ്പിക്കല്ല മോനെ. ചാൻസ് എല്ലാം കിട്ടണമെങ്കിൽ ഇനി ഫൗൾ. അതിനിടക്കൊരു
ഇഞ്ചുറിയാ. ശിവ ശിവ, ഒന്നും ജയിക്കാനില്ല. ഒരു ഗോളല്ലാണ്ടാവണം മോനെ, നേരാന്ന് കലി കേറി ബരല് മോനെ. അത് ഗോളല്ല, നോക്കണ്ട. ഓ ലക്ക് 3 പിടിച്ചു നിൽക്കണം എങ്ങനെയെങ്കിലും ഈ ഹാഫെല്ലാം. അങ്ങനെ ഒരു കളി തോക്കാനായിട്ട് 54-ാം മിനിറ്റിലാണ് ഈ ഫോർമേഷൻ ഇട്ട് കളിച്ചത്. ആടുന്ന് കംബാക്ക് അടിച്ച് 2 എടുക്കുന്നത് 3-2. എന്താ ടീം ഇത്, ഇങ്ങനെയുണ്ടോ ടീം? അനുവിന് ആ പൊസിഷൻ കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? കളിക്കട്ടെ. സെക്കൻഡ് ഹാഫ് മീൻസ് അടുത്ത മാച്ചപ്പാണ് ഈ ശനിയാഴ്ച ചെന്നൈൻ്റെ പരം. ഓ വലിയ മാച്ചൊന്നുമല്ല, അതെങ്കിലും ജയിക്കുമെന്ന് വിചാരിക്കാം. ഫൗള് അല്ല, പിന്നെ എന്നാ ഫൗളല്ലാണ്ട് റഫറി ശരിയില്ല. എല്ലാം കിട്ടണമെങ്കിൽ വീട്ടിൽ കയറി അടിക്കണോ എന്നെല്ലാം. ഏതല്ലേ ഇത്, നല്ല ടീം പ്ലേയാ. ഫൗള് വന്നൊരു ഗെയിമിൽ റഫറിമാരെ കൊണ്ട് പണിയായില്ല. ഓനൊരു യെല്ലോ കാർഡെല്ലാം ഇല്ല. അവിടെ ഓൻ്റെ അടുക്ക പോയിട്ടൊന്നും നല്ല വീണേ. ഇപ്പൊ അവര് കംബാക്ക് അടിക്കും, മിക്കവാറും അടിക്കും, ഉറപ്പാ. ഓ കേറ് കേറ്, പിന്നെ അവിടെ നോക്കിക്കല്ല നീ. ആ എന്ത് ഉളുപ്പില്ലാത്ത, പറയുന്നില്ല. അല്ല അത്രയില്ലൂടാ, നീ ഓനാറ്റം കൊടുത്തേ. അതാ ഡിഫൻഡറിൽ ഓടി വന്ന് എടുത്തേക്ക്. നമ്മളെ ഡി എം ആണ്. ഗോളടിക്കുവാ പഠിച്ചേനല്ല. ഈഗോ കളിച്ചാല് ജയിക്കോലും ചെയ്യും. പിന്നെ എന്തെല്ലോ പറയുന്നുണ്ട് കമന്ററി. എന്തെന്നാണല്ലോ. ഓ പെനാൾട്ടിയാ. രണ്ടാമത്തെ പെനാൾട്ടി ആന്നിത്. എംബാപ്പെ നീ എന്നെ അടിക്കുന്ന പിള്ളേരടിച്ചോട്ടില്ലേ. ഏതാ ഗോള്? അങ്ങനെ തോക്കുന്നെല്ലാം വിചാരിച്ചൊക്കെ കളി അങ്ങനെയമ്മ ഇവിടെ എത്തിയേ. ചത്ത് കളിച്ചിട്ട് ഇടിയെങ്കിലും എത്തി.
4,000 എത്രയാ? കമ്പാക്ക് അടിക്കൂല അവര് ചത്താലും. അതെന്ത് പരിപാടി? ഫുട്ബോൾ ലീഗിൽ എത്തുന്ന അത്രയും OVR ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ട് വേണോ? വേടാ, ഞാൻ ഇപ്പൊ തന്നെ തന്നെയല്ല. ഇനിയും പെനാൾട്ടി. ഡിഫൻഡേഴ്സ് മൊത്തം ഒരു കണാപ്പന്മാരല്ലേ. കിട്ടിയിട്ടും പഠിക്കുന്നില്ലല്ലോ. 116 നമ്പർ. ഇത് ഗോളാകുന്നില്ല ഇല്ലയോന്നൊന്നും നമുക്കൊരു സീനില്ല. ഹാട്രിക് അല്ലേ ചെക്കൻ്റെ കളി. ഹാട്രിക് എന്നാമ്മ എന്തിനാമ ഈ ടൈമെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ? റഫറി നമ്മൾ ഗോൾ അടിച്ചാൽ ടൈമൊന്നും നോക്കിയില്ല. നല്ല റഫറി. ഓ, ഏതൊക്കെ ഒരുത്തം വീഴാനല്ല അതിനല്ല. എംബാപ്പേന്റെ ഹാട്രിക് മോനെ. എത്ര റേറ്റിംഗ്? 8. $200 കിട്ടി. ആ, ജംഷഡ്പൂരിന്റെ അപ്പുറം. ഇതായിരിക്കും ഇതിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് മാച്ച് ഗൈസ്. 30 മിനിറ്റ് ആകാനായി. മൂന്ന് ദിവസം കൂടെ കഴിയണം. ഇറങ്ങിയേക്കാന്ന് വിചാരിക്കുന്നു. ഏറ്റിമോരെ മതി. $113 OVR FC അക്കൗണ്ട് ആയിട്ട് എത്ര കിട്ടുമായിരിക്കും? വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതെന്ത് പാസ്സാണ്? ആയിരിക്കുന്നത് ഗോളിക്ക ഇർഷാൻ യാദവ്. പേര് ഹൊവാർഡ് എന്നല്ലോ. ഹൊവാർഡ് എന്നല്ലോ എൻ്റെ പേര്. അഡാംസാ അല്ലേത് പ്ലെയർ? ഞാൻ റേസിലാണ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ കണ്ടിട്ടില്ല. ലിയോണൽ മെസ്സിൻ്റെ അടുത്ത് ബോൾ എടുത്താൽ ശരിക്കും മെസ്സി ഒന്നെല്ലാം ഉണ്ടായിന്. അത് ഒരു നാട്ടത്തെ ഏതോ ഒരു കാടൻ പ്ലെയറിനെ ഞാൻ കണ്ട് വാങ്ങി മെസ്സിൻ്റെ പേരിട്ട് ഇത്രയുണ്ട്. അതെടുത്തേക്ക് പാസെല്ലാം പോകുന്നു. ഈ കളി ജയിക്കെല്ലാം ചെയ്യും. ജയിക്കാൻ വല്ല പണിയൊന്നുമില്ല. എന്തിനാ ഓന് പാസ് കൊടുക്കുമ്പോൾ ഓന് മേത്തേക്ക് അടിക്കുന്നു? അടുത്ത് പോയിട്ട് നമ്മൾ ഗോളി സെറ്റിൻ സുരേഷ് അണ്ണനില്ലായിരുന്നു. നിങ്ങൾ എന്തൊരു പറയുന്നു? വിളിച്ചല്ലേ ബോഡിനെ ബോൾ പിടിച്ചാൽ എത്തിച്ചാൽ
കളി ഇതാകുന്നില്ല, പോകുന്നില്ല. ഇതങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് ഇന്നുണ്ടായിരുന്നു. ഒരേ ഗോളായി എല്ലാം. ഞാൻ ഇന്റർകാശിൻ്റെ അപ്പരാന്ന് തോന്നുന്നു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പരക്കെ ഗോള് കയറുന്നു. അതായത് ഈ സ്കോർ ബോർഡിൽ 1411 നമുക്ക്, അവർക്ക് 1009, ഇങ്ങനെ 1409. അങ്ങനെ ഗോള് 3 ഇത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഗോളാകുന്നു. പക്ഷെ നിൽക്കണ്ടേ, പെട്ടെന്ന് നിന്നെയാണെങ്കിൽ അത്രയും ഗോള് കിട്ടിയില്ലേ. സ്കോർ ബോർഡിൽ എങ്ങനെ വരാനാണ്? തട്ടി കാണിച്ചിട്ടേ വരുന്നതായില്ല. സ്ലൈഡ് ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് അടിക്കാൻ കുറേ ഉണ്ടാവും. അവർ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് കളിച്ചുണ്ടാക്കി കാണിച്ചു തരാം. ഈ ഗെയിം നിങ്ങൾ കയറി കളിച്ചു നോക്കുക. ഫുട്ബോൾ ലീഗ് അത് ഇപ്പോഴത്തെ ഇതല്ല, ഇപ്പോഴത്തെ ഫുട്ബോൾ ലീഗ് അല്ല. ഈ ടൈമിൽ ഫുള്ളി ഡിഫിക്കൽറ്റിയിൽ ഇട്ടിട്ട് കളിക്കണം. അത് കരിയറിൽ ഫസ്റ്റ് ലെവലിൽ. എഫ് പെസലിൽ ഇടണമെന്നുണ്ട്, പക്ഷേ വേറെ ഫോണിലാന്ന്. അത് ഗോളടിച്ചേ എന്ത് ഗോളത്? ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. വിട്ടൂല, ഞാനിപ്പം തിരിച്ചടിക്കും. ഏത് പാസിങ് ഗെയിം നശിപ്പിച്ചില്ല. പണി ചീറ്റൊന്നും വിളിക്കുന്നില്ല. നിന്നോട് ആരാ വീഴാൻ പറഞ്ഞു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നവനാണോ പറഞ്ഞു? ലാസ്റ്റ് ഗെയിംസ് ഓഫ് നല്ല പരിപാടി. ഇത് നല്ല ഫസ്റ്റ് ഹാഫ് ആയ. മാച്ച് കളിച്ചേക്കാം. 17 ചോറുന്നിട്ട് എന്നാലോ പോയിട്ട്. നാളെ മലയാളം പരീക്ഷ എന്നിട്ടാണ്. എന്തോ പറ്റിണ്ടല്ലോ, കാര്യമായിട്ട് എന്തോ പറ്റി. സ്റ്റോറേജ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ 3 ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. 3 ആപ്പ് 1 2 ETS മൊബൈൽ, യൂറോ ട്രക്ക് സിമുലേറ്റർ. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നൊന്നും കിട്ടൂല. നിങ്ങളത് വേറെ ഇതിൽ കയറിയിട്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഇത് കയറ്റുക APK. എന്നിട്ടാകുമ്പം നിങ്ങൾ ഒരു ഇതുണ്ടാവും. അതിന് പറയല് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ. എത്ര 1 GB മാച്ച് പോയിട്ടുണ്ടാവും, പേടിക്കാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇല്ല, കഴിഞ്ഞിട്ടില്ല ഗൈസ്. ചതിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല, ചത്തിട്ടില്ല. കളി റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മരണ ലാഗായിരിക്കും കണ്ടോ. നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടോ, അതിന് സുഖം. സ്പീഡ് 2x ഇട്ട് കണ്ടോളാം. എനക്കും ചെയ്യുന്നില്ല. ആപ്പെല്ലാം കണ്ടിട്ടുണ്ട് ലാഗ് സോൾവ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട്. പക്ഷെ വർക്ക് ചെയ്യുന്ന നടക്കുന്നേ തോന്നില്ല. ഇത് വീണക്കല്ലേ മോനെ കാലം. അല്ലാണ്ടൊന്നും തൊട്ടു മനസ്സിലായി. ഈ വീണോ? നീ ആരെയാ പിടിക്കുന്നവനെ? അവിടെ ഒന്നും പോയി വീണ ദേഷ്യം പിടിക്കുന്ന ഈ ലാഗ് കാണുമ്പോൾ.
ലാസ്റ്റ് എപ്പിസോഡായി പോയില്ലേ, സഹിച്ചു നിൽക്കാന്ന് വിചാരിക്കുന്നു. എന്ത് അതാ സ്കില്ലിയാക്കാൻ. ഓ ചെക്കൻ ഹാസതോയ് ഇപ്പം ഏത് ക്ലബ് ബന്ധപ്പരിസ്ഥിതിയിലെല്ലാം തോന്നുന്നു. ഇത് ഇന്തോനേഷ്യൻ ക്ലബിലാണ്. ലൂണോ പോയ ആ ലീലൊക്കെ തന്നെ പോയിന്. എന്നിട്ട് അവർ തമ്മിലൊരു മാച്ചും ഉണ്ടായി, ലൂണേൻ്റെയും മോഹിനിയും ക്ലബിൽ. കുറേ റീലെല്ലാം വന്നിട്ടുണ്ടായിന്. ഇതാണ് അവരെ മരണ സ്കില്ലി പ്ലെയർ. പേര് വെറുതെ കാണുന്നും കൂടിയില്ല, വലിയ പേരാ. സേഫ് കളിക്കുമ്പോൾ ഒരു ശരിയില്ലപ്പം. ഇതിപ്പോൾ ശരിയിലുണ്ട്. നീ ഒരു ഓടിച്ചാൽ മതി, നിന്റെ ഈഗോ എടുത്തു കൊടുക്കുക എന്നോട്. എന്തിട ഈഗോ അല്ല തീർക്കാൻ കഴിയില്ല, അടിയാൻ താക്ക്. ഗെയിമിന് ലാഗ് ഉണ്ട്, പക്ഷെ ടൈമിന് എന്തേലും ലാഗില്ലാത്ത നശിച്ച്. ഗെയിമിന് ലാഗ് വരുമ്പോൾ ടൈമിനും കുറച്ച് ലാഗ് കൊടുക്കണ്ടേ. ഇത് ഇനിയും ഒരു മരണ ലാഗിൽ തുടരുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ എപ്പിസോഡ് നിർത്തും. എന്നിട്ട് ഈ കളീൻ്റെ സ്കോർ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ. ഡ്രോ ആണല്ലോ ഇപ്പം. ഓ ഗോൾ അടിച്ചപ്പോൾ എന്ത് ഫൗളുണ്ട്. നമ്മൾ ഫൗൾ ചെയ്താലെങ്കിൽ അവരെ ഫൗൾ ചെയ്യുക, അവർ നമ്മളെ ഫൗൾ ചെയ്ത് കഴിച്ചു. നമുക്ക് ഫൗൾ. ഭാഗ്യം വേണം. കളിക്കട മോനെ, നീ എന്ത് കളിക്കണേ? ഫുട്ബോൾ തന്നെയാ കളിച്ച് കഴിയുന്നില്ല. ജംഷഡ്പൂർ എന്ത് കളി കളിക്കുന്നത്? മോഹൻ ബഗാനെ പൊട്ടിച്ചതിനെ കാട്ടിയും പവണിയാണ് എന്ത് ചെയ്യാൻ പൊട്ടിക്കാൻ. ഒരു ഗോളടി മോനെ, അടി ആടുന്നടിച്ചോ, അത് അത്രയില്ലൂ. എന്നെ മോനെ വേറെ കളി. ഞാൻ പിടിച്ച് കുറച്ച് നേരം പിടിച്ചിക്കുമ്പോണ്ട് ഒരു ഗോളടിക്കുന്നതന്നെ നല്ലത്. എന്തിടാ അത് ഏതിടാ അത് ഫാൻസെല്ലാം ഇറങ്ങിപ്പോയി. ഇപ്പം തലക്ക് ബോളുണ്ടായിന്. ഇത് ക്ലിയറൻസ് അങ്ങനെ അത് അതിനെ വാങ്ങിയാലോ, മീറ്റിംഗ് കാര്യമൊന്നുമില്ല. അതിനെക്കാട്ടി നല്ല പ്ലേസ് നമുക്കില്ലേ. റീറ്റ് അച്ചിക്കാവ, മൊയിലാങ്ക്, ആരലാങ്ക്, എന്തേതാ കാട്ടുകള, ചുമ്മി റോസ. ഇന്ത്യൻ പ്ലെയറല്ല, മനസ്സിലായി. പെനാൾട്ടി. കമൻറ്റ് എഴുതി കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഹെഡ്ഫോണിൽ കണക്റ്റ് ആക്കിക്കൊണ്ടാണ്. അത്യാവശ്യം ഫ്രീ ആയ ഒരു റെക്കോർഡിങ് ആപ്പ് നോക്കിയിട്ടില്ലേ, സേവ് ചെയ്യുന്ന ഗോളായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പെനാൾട്ടിയിലൂടെ അങ്ങനെ കളി ഇപ്പോൾ കഴിയുകയാണ് ഗൈസ്. നമ്മൾ ഈ കളി ജയിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുന്നു.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാച്ചിൻ്റെ സ്റ്റാറ്റസൊക്കെ ഒന്ന് കാണിച്ചിട്ട് നിർത്താം. 9 റേറ്റിംഗ് ഉണ്ട് ഇപ്പോൾ നോക്ക്. അപ്പോൾ നിർത്തിക്കോളാം.